എനിക്ക് ജൂലി ചമ്മന്തിയായി. സോറി ജൂലി. സമയം എന്തായി? കുറച്ച് നാളായി. എന്റെ സമയം ശരിയല്ല. 9:15. എന്റെ നടു, എന്റെ കാല്. സ്വപ്നായിരുന്നല്ലേ? എന്നാലും നല്ല രസായിരുന്നു. ഓ, എനിക്ക് വലിയ രസമൊന്നും തോന്നിയില്ല. എന്ത്? തലയും കുത്തി തറയിൽ വീഴുന്നതോ? അയ്യോ, ദൈവമേ, എന്റെ നടു. എനിക്ക് ശരിക്കും വേദനിച്ചിട്ടോ. ഞാൻ മമ്മിയോട് പറഞ്ഞു കൊടുക്കും. ദൈവമേ, ഇവിടെ നിന്ന് ഈ പിള്ളേരെന്നെ കൊല്ലും. സോറി ടീന, ഞാൻ മനഃപൂർവ്വം അല്ലല്ലോ, അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലേ. ഓക്കെ. മമ്മി, അയ്യോ അമ്മേ. സോറി സോറി ടീന. അപ്പൊ പേടിയുണ്ടല്ലേ? അങ്ങനെ വഴിക്ക് വാ. അത് പോട്ടെ, ടോം എന്തുപെട്ട സ്വപ്നമാ കണ്ടത്? അന്നത്തെ പോലെ വല്ല പ്രേതവും ഓടിച്ചിട്ടതാണോ? ഹേ, ഇത് പ്രേതവും ഭൂതമൊന്നുമല്ല. പിന്നെ ഓഹോ, ബൈക്ക്. അതും ടോം. അതെ, ബൈക്ക്. എന്താ, ബൈക്ക് ഞാൻ ഓടിച്ചാൽ ഓടില്ലേ? ഓടും, ഇതുപോലെ സ്വപ്നത്തിൽ. കളിയാക്കാണെ ഞാൻ ഇനി പറയുന്നില്ല. ഇല്ലില്ല, ടോം ഓടിച്ചാൽ ഓടാത്ത ബൈക്കുണ്ടോ? ടോം വേണമെന്ന് വെച്ചാ വിമാനം വരെ പറത്തും. അല്ലെങ്കിൽ എന്തിനാ വിമാനം, ബൈക്ക് തന്നെ പറത്തും. എന്റെ ടോമേ. ടീന, നിനക്ക് അസൂയാണ്. അതെ, എനിക്ക് ടോമിനോട് അസൂയ. ഒരു കുന്നിൽ നിന്ന് മറ്റൊരു കുന്നിലേക്ക്, അവിടെ നിന്ന് മറ്റൊരു കുന്നിലേക്ക്, ചില കുരങ്ങന്മാരെ പോലെ. എന്നാൽ ശരി, ഇനി ഞാൻ പറയുന്നില്ല. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതല്ലേ ടോം. ബാക്കി പറ, ബാക്കി പറ. ഇല്ല, പറ ടോം. പുളുവാണെങ്കിലും കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അതെ, പുളുവാണ്. ടീന, ഈ പുളു കേൾക്കണ്ട. പറ ടോം, നല്ല രസമായിരുന്നു. ഞാൻ ഇനി കളിയാക്കില്ല, പോരെ? അങ്ങനെ വഴിക്ക് വാ. ഏത്? ആ കുന്നിന്റെ വഴിക്കോ? ഇനി ഞാൻ എന്തായാലും പറയില്ല. സോറി ടോം, ഞാൻ ഇനി കളിയാക്കില്ല. ടോം സ്വപ്നത്തിന്റെ ബാക്കി പറ. പ്രോമിസ് ചെയ്, ഇനി കളിയാക്കില്ല എന്ന്. ശരി, എന്നിട്ട് ഞാൻ വഴി മാറൂ കിളികളെ. എങ്ങോട്ടേക്കോ അതിരാവിലെ? ഞാനൊന്ന് അമേരിക്ക വരെ പോകുക. ഞങ്ങളെയും കൂടി കൊണ്ടുപോകുവോ? സോറി, പുറകിൽ എന്റെ സിസ്റ്റർ ഉണ്ട്. ആഹാ, ഞാനുമുണ്ടോ? അതും അമേരിക്കയിലേക്ക്? പിന്നല്ലാതെ, നമ്മൾ രണ്ടുപേരും കൂടിയാ ആ മേഘത്തിന്റെ ഇടയിലൂടെ. വാവ്, എന്നിട്ട് പറ പറ. അപ്പോ കിളികൾ നമ്മളോട് ചോദിച്ചു, എന്തിനാ ടോം അമേരിക്കയിൽ പോകുന്നേ? ഇന്ന് വീട്ടിലെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഇഷ്ടായില്ല. എന്നാൽ പിന്നെ അമേരിക്കയിൽ നിന്ന് ആവാമെന്ന് കരുതി. ഓ, ഈ ടോമിന്റെ ഒരു കാര്യേ. അതെ, ഈ ടോമിന്റെ ഒരു കാര്യം. കളിയാക്കിയതല്ല, ടോമിനെ സമ്മതിച്ചു എന്ന് പറഞ്ഞതാ. എന്നിട്ട് നമ്മൾ അമേരിക്കയിൽ എത്തിയോ ടോമേ? ഇല്ലെന്നേ. അതെന്തു പറ്റി ടോം? ആ ഒട്ടകപ്പക്ഷി. ഒട്ടകപ്പക്ഷിയോ? ഒട്ടകപ്പക്ഷി ആകാശത്തിലൂടെ പറക്കുമോ? ഇത് സ്വപ്നല്ലേ ടീന? സ്വപ്നമാണെങ്കിലും കുറച്ച് ലോജിക്കൊക്കെ ആവാം. അപ്പൊ നമ്മുടെ ബൈക്ക് പറന്നതോ? ശരിയാ. ദൈവമേ, എന്തൊക്കെ കാണണം, എന്തൊക്കെ കേൾക്കണം. ടീന കാണുകയും വേണ്ട, ഒന്നും കേൾക്കുകയും വേണ്ട. ഞാൻ നിർത്തി. ആഹാ, ആ ഒട്ടകപ്പക്ഷിക്ക് എന്ത് പറ്റിയെന്നറിയണ്ടേ? എന്നാലും എനിക്കെന്ത് പറ്റിയെന്ന് അറിയണ്ട, അല്ലേ ടീന? അത് ഞാൻ കണ്ടതാണല്ലോ. ടീന, എങ്ങനെയായിരുന്നു ആ ഒട്ടകപ്പക്ഷിട്ടോ? പെട്ടെന്ന്
ഒരു പ്രായം ചെന്ന ഒട്ടകപക്ഷി. എനിക്ക് ബ്രേക്ക് കിട്ടിയില്ല, ഒറ്റയിടി. എന്നിട്ട് ഒട്ടകപക്ഷിയുടെ പല്ല് തെറിച്ചുപോയി. ഉഗ്രനിധിയായി പോയിട്ടോ. എന്നിട്ട് എനിക്കെന്ത് സംഭവിച്ചു? ടീന തെറിച്ചുപോയി. ഒരു വലിയ പക്ഷിയുടെ മുകളിലിരുന്നു. താഴേക്ക് വീഴുന്ന എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ബൈ പറയുന്നുണ്ടായിരുന്നു. ഞാൻ കലക്കി. എന്നിട്ട് ടോം എങ്ങനെയാ വീണത്? ഞാൻ ബൈക്കിൽ നിന്നും താഴേക്ക് താഴേക്ക് കട്ടിലിന്റെ താഴേക്ക്. ടോം, ദേ അങ്കിൾ വന്നെന്ന് തോന്നുന്നു. എന്റെ ചോക്ലേറ്റ് എനിക്കും ഉണ്ടാകും. എന്ന് തിരിച്ചു വരും. എനിക്ക് കുറച്ച് ലാബ് റിപ്പോർട്ട് കൂടി കിട്ടാനുണ്ട്. അത് കിട്ടിയാൽ ഉടനെ ഞാൻ തിരിച്ചെത്തും. എത്ര മണിക്കാണ് ട്രെയിൻ? 11:50 ട്രെയിൻ. അതിന് ഇത്ര നേരത്തെ പോണോ ജെയിൻ? ഇപ്പോൾ സമയം 9:30 ആയിട്ടുള്ളൂ. ഈ ബാഗിന്റെ സിബൊക്കെ നശിച്ചു. പുതിയൊരു ട്രാവൽ ബാഗ് വാങ്ങണം. മാർക്കറ്റ് സ്റ്റേഷനിൽ നിന്നും കുറച്ച് ദൂരെയാണ്. പിന്നെ കുറച്ച് നേരത്തെ സ്റ്റേഷനിലെത്തിയാൽ ടെൻഷൻ വേണ്ടല്ലോ. ഇയാളെ കാണാൻ തുടങ്ങി അന്ന് മുതലുള്ള ബാഗാ. പുതിയത് വാങ്ങാൻ തോന്നിയല്ലോ. ഈ ഒരു ട്രിപ്പിന് വേണ്ടിയാണെങ്കിൽ എന്റെ ബാഗ് എടുത്തോളൂ ജെയിൻ. ഒരാളെ നന്നാവാൻ സമ്മതിക്കരുത്. ഏയ്, അതല്ല മാർക്കസ്. ഇപ്പൊ വാങ്ങിയില്ലെങ്കിൽ പിന്നെ ആവട്ടെ എന്ന് കരുതി മാറ്റിവെക്കും. എന്തെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ ഈ ബാഗ് കീറിപ്പോയാൽ ഇരട്ടി പണിയാവും. വിചാരിച്ച പോലെയല്ല, ബുദ്ധിയുണ്ട്. ആ, അത് ശരിയാ. ഇപ്പോൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഗുഡ് മോർണിംഗ് അങ്കിൾ ജെയിൻ. ഗുഡ് മോർണിംഗ് ടോം. ഗുഡ് മോർണിംഗ് ടീന. എങ്ങനെയുണ്ട് വെക്കേഷനൊക്കെ? ഞാൻ ചോക്ലേറ്റ് വാങ്ങാൻ മറന്നു. സോറി. ചതിയായി പോയി. കുഴപ്പമില്ലാതെ പോകുന്നു അങ്കിൾ. അല്ലെങ്കിലും ഇവർക്കെന്താ കുഴപ്പം? കുഴപ്പമൊക്കെ എനിക്കല്ലേ. എന്റെ മുതുക്, എന്റെ കാല്. ഈ വെക്കേഷൻ തീരുമ്പോഴേക്കും ഞാനും തീരുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോ ഫുൾ ടൈം കളിയല്ലേ? ഇപ്പോഴും കുറച്ചൊക്കെ പഠിക്കാം. അടുത്ത ക്ലാസ്സിലേക്കുള്ള ബുക്ക് സീനിയർ സ്റ്റുഡൻസിന്റെ അടുത്തുനിന്ന് വാങ്ങാം. എന്നിട്ട് ആദ്യ ഭാഗങ്ങളൊക്കെ വായിച്ചു തുടങ്ങാം കേട്ടോ. ശരി അങ്കിൾ. എന്നാൽ ഞാൻ ഇനി വൈകിക്കുന്നില്ല മാർക്കസ്. എന്റെ ബൈക്ക് ഇവിടെ ഇരിക്കട്ടെ. ഞാൻ വരുന്നവരെ അത്യാവശ്യത്തിന് മാർക്കസിന് ഉപയോഗിക്കാമല്ലോ. ജെയിൻ, താങ്കളുടെ വണ്ടിക്ക് ശക്തി കൂടുതലാ, മൈലേജ് കുറവും. അങ്ങനെ നോക്കുമ്പോ എനിക്ക് എന്റെ സ്കൂട്ടർ തന്നെയാ നല്ലത്. പെട്രോൾ ഫുൾ ടാങ്കാണ് മാർക്കസ്. ജെയിന്റെ മനസ്സിന് നന്ദി. അത്യാവശ്യം വന്നാ എടുത്തോളാം. ശരി, എന്നാൽ എന്നെയൊന്ന് ടോം, ടീന, ഞാൻ അങ്കിളിനെ ഡ്രോപ്പ് ചെയ്തിട്ട് ആ വഴി മമ്മിയും കൂടി കണ്ടിട്ടേ വരൂ. വൈകും. വീട് നോക്കിക്കൊള്ളണം കേട്ടോ. ടോം, ഇത് ആ കീ ഹാങ്ങറിൽ തൂക്കിയിടൂ. എന്നിട്ട് എന്റെ സ്കൂട്ടറിന്റെ കീ ഇങ്ങെടുക്കൂ. ടോം, ടീന, വാതിലടച്ചോളൂ. ശരി ഡാഡി. ബൈ അങ്കിൾ. ബൈ അങ്കിൾ. ടീന, എന്താ? സ്വപ്നങ്ങൾ സത്യമാക്കാൻ പറ്റിയ സമയം. എങ്ങനെ? ദാ നോക്ക്, നമുക്കൊന്ന് കറങ്ങിയാലോ? എനിക്കൊന്നും മനസ്സിലായില്ല. ദാ നോക്ക്, നമുക്കൊന്ന് കറങ്ങിയാലോ? അതിന് ടോമിന് ബൈക്ക് ഓടിക്കാൻ അറിയാമോ? ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നേ. ടീന റെഡിയാണോ? വേണ്ട ടോം. ഡാഡിയോ അങ്കിളും അറിഞ്ഞാൽ അവര് രണ്ടുപേരും തിരിച്ചെത്തുമ്പോഴേക്കും നമുക്ക് ബൈക്ക് തിരികെ കൊണ്ടുവയ്ക്കാം. എന്താ ടീന? അത് വേണോ? ഒരു ത്രില്ലൊക്കെ തോന്നുന്നുണ്ട്. അധികം ആലോചിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. വാ ടീന. ശരി, ഞാൻ എന്നാൽ ജോലിക്ക് മീൻ കൊടുക്കട്ടെ, എന്നിട്ട് പോകാം. എത്ര നേരത്തെ പോകുന്നോ അത്രയും സമയം നമുക്ക് കറങ്ങാൻ കിട്ടും. അവൾക്ക് വിശക്കില്ലേ? അതൊന്നും സാരമില്ലെന്നേ. അതെ, എനിക്ക് വിശപ്പും ദാഹമൊന്നും ഇല്ലല്ലോ. വെറുതെ അല്ല ഞാൻ കട്ടു തിന്നുന്നേ. ജോലി, ഞങ്ങൾ പോയിട്ട് വരാട്ടോ. വീട് നോക്കണേ. വിശന്നിട്ട് കണ്ണ് കാണുന്നില്ല. കണ്ണ് കണ്ടാലല്ലേ വീട് നോക്കാൻ പറ്റൂ.
വേഗം കയറ്. ഓടിക്കാൻ അറിയാലോ അല്ലേ? അപ്പൊ ടോമിന് ഇതൊക്കെ അറിയാല്ലേ? പിന്നല്ലാതെ. കയറ് ടീന. ഹെൽമെറ്റ് വെച്ചോളൂ ടോം. അത് വേണോ ടീന? ആ ഹെൽമെറ്റിന് നല്ല സ്മെല്ലാ. അത് സാരമില്ല. പക്ഷേ ബൈക്ക് ഓടിക്കുകയാണെങ്കിൽ ബുദ്ധിയുള്ള എല്ലാവരും ഹെൽമെറ്റ് വെച്ച് ഓടിക്കൂ. അതാ ടീനയ്ക്ക് ഹെൽമെറ്റ് ഇല്ലാത്തത്. കളിയാക്കേണ്ട ടോം. ദാ ഇത് കണ്ടോ? തൽക്കാലം ഇത് മതി. ഓക്കെ, പറക്കാം. ടീന, നീ മര്യാദക്കിരിക്ക്. ടോമിന് ബൈക്ക് ഓടിക്കാൻ അറിയാത്തത് കൊണ്ടാ ബൈക്ക് പാളുന്നേ. എനിക്കൊക്കെ അറിയാം. അയ്യോ, ആ ദൈവമേ, എന്റെ കൈ. ആഹൂ, എന്റെ ദൈവമേ. ഹലോ, മാർക്കസ് അല്ലേ? ഞാൻ ഇൻസ്പെക്ടർ ജോബൻ. അതെ, പറയൂ ജോബൻ സാർ. താങ്കൾ സ്റ്റേഷൻ വരെ ഒന്ന് വരേണ്ടി വരും. എന്തു പറ്റി? എന്താ കാര്യം? സ്റ്റേഷനിലേക്ക് വരൂ, നേരിട്ട് സംസാരിക്കാം. എന്തു പറ്റി മാർക്കസ്? അത്യാവശ്യമായി ഇന്ന് സ്റ്റേഷൻ വരെ പോകണം. ഇൻസ്പെക്ടർ ജോബനാണ് വിളിച്ചത്. ഇൻസ്പെക്ടർ ജോബൻ, ഞാനൊന്ന് നോക്കട്ടെ. എന്തു പറ്റി ജെയിൻ? ഇൻസ്പെക്ടർ ജോബൻ എന്തു പറഞ്ഞു? ഓ, അത് ശരി. എപ്പോ? ഓഹോ, ഓക്കെ, ശരി ശരി. മാർക്കസ്, നമ്മുടെ കുട്ടികൾ എന്റെ ബൈക്ക് എടുത്തുകൊണ്ട് പോയി. ചെറിയൊരു ആക്സിഡന്റായി. ആക്സിഡന്റോ? ദൈവമേ, എങ്ങനെ? എവിടെ? കിഴക്കേ മലയിലേക്കുള്ള വഴിയിൽ സൈക്കിളിൽ വന്ന ഒരാളെ ഇടിച്ചിട്ടു. അയാൾക്ക് പരിക്കുണ്ട്. മുൻപിലെ പല്ല് 2 പോയി. എന്റെ കുട്ടികൾ, അവർക്ക് കാര്യമായി ഒന്നും പറ്റിയില്ലെന്ന് തോന്നുന്നു. ബൈക്ക് ഉപേക്ഷിച്ച് അവർ ഓടിപ്പോകുന്നത് ജോബൻ കണ്ടെത്തറേ. ഞാനെന്നാൽ അവിടം വരെ ഒന്ന് ചെല്ലട്ടെ ജെയിൻ. ഞാനും വരുന്നു. അപ്പോൾ ജെയിന്റെ വർക്ക് ആദ്യം ഫാമിലി, പിന്നെ വർക്ക്. താങ്ക് യു ജെയിൻ. നോ താങ്ക്സ്. ഓക്കെ, നമുക്കെളുപ്പം സ്റ്റേഷനിലെത്താം. ഇപ്പോൾ ഞാൻ ഓടിക്കാം. മാർക്കസ് പുറകിൽ നിന്നുള്ളൂ. ഓക്കെ ജെയിൻ. ഇനിയിപ്പോ എന്തു ചെയ്യാൻ പറ്റും ജോബൻ സാർ? വധശ്രമമായിട്ടാണ് അവർ കേസ് ഫയൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. വധശ്രമമോ? ലൈസൻസ് ഇല്ലാത്ത ഒരാൾ വണ്ടി ഓടിച്ച് അപകടമുണ്ടായാൽ കേസ് അങ്ങനെ വരികയുള്ളൂ. അവരുടെ വക്കീൽ നഷ്ടപരിഹാരമായി ചോദിക്കുന്നത് 2.5 ലക്ഷം രൂപയാണ്. അയാളുടെ പല്ലല്ലേ പോയിട്ടുള്ളൂ? പല്ലിനാണ് ഏറ്റവും കൂടുതൽ നഷ്ടപരിഹാരം കിട്ടുന്നത്. പിന്നെ ഇൻഷുറൻസും കിട്ടില്ല. ലൈസൻസ് ഇല്ലാത്തതല്ലേ. കേസായാൽ എനിക്ക് ടോമിനെ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും. ഇനി എന്താ ഒരു പോംവഴി? നഷ്ടപരിഹാരം കൊടുക്കുക, കോർട്ടിന് പുറത്തു വെച്ച് ഒത്തുതീർപ്പാക്കാം. അതാ നല്ലത് മാർക്കസ്. എനിക്ക് ബാങ്ക് വരെ ഒന്ന് പോകണം. ATM-ൽ ഇത്രയും പണം കിട്ടില്ല. കാശ് തൽക്കാലം ഞാൻ അറേഞ്ച് ചെയ്യാം മിസ്റ്റർ ഇൻസ്പെക്ടർ. അവർക്ക് വാക്ക് കൊടുത്തോളൂ. എന്നിട്ട് കേസിൽ നിന്ന് പിന്മാറിയതായി എഴുതി വാങ്ങിച്ചോളൂ. അത് ഞാൻ ചെയ്തേക്കാം ജെയിൻ സാർ. ബൈക്ക് എവിടെ ഇൻസ്പെക്ടർ? ബൈക്ക് ഞാൻ വർക്ക്ഷോപ്പിൽ എത്തിക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതൊന്നും സാരമില്ല മാർക്കസ്. നമുക്ക് വേഗം വീട്ടിൽ പോകാം. എന്റെ കാലുളുക്കി. സോറി ഡാഡി, തെറ്റുപറ്റിപ്പോയി. അത് സാരമില്ല ടോം. സംഭവിച്ചു പോയില്ലേ. ടീന, നിനക്കെന്തെങ്കിലും പറ്റിയോ? എന്റെ കൈ കുറച്ചു പൊട്ടി. ദേ, തൊലിയും പോയി. വേറൊന്നും പറ്റിയില്ലല്ലോ. ദൈവം കാത്തു. പക്ഷേ നിങ്ങൾ രണ്ടുപേരും കാരണം നിങ്ങളുടെ ഡാഡിയുടെ കയ്യിൽ നിന്നും 2.5 ലക്ഷം രൂപ പോയി.
നിങ്ങൾ ഇടിച്ചിട്ട് അയാളുടെ മുൻനിരയിലെ പല്ലുപോയില്ലേ? ടോമിന് ലൈസൻസും ഇല്ലല്ലോ. കേസ് ഒത്തുതീർപ്പാക്കാൻ അവർ ചോദിച്ചത് 2.5 ലക്ഷം രൂപയാണ്. ഡാഡി, ഞാനിന്ന് രാവിലെ ഒരു സ്വപ്നം കണ്ടു. ബൈക്ക് ഓടിക്കുന്നതായിട്ട്. നല്ല രസമായിരുന്നു. അതുപോലെ ഒന്ന് ഓടിക്കാൻ ഒരു കൊതി തോന്നി. അപ്പോഴാണ് അങ്കിളിന്റെ ബൈക്ക് കയ്യിൽ കിട്ടിയത്. അങ്കിളിനോടും ഡാഡിയോടും ചോദിച്ചാൽ തരില്ലെന്ന് തോന്നി. ഞങ്ങൾ വിചാരിച്ചില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. നിങ്ങളുടെയൊക്കെ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്നറിയാവുന്നത് കൊണ്ടാണ് ഗവൺമെന്റ് ലൈസൻസിന് പ്രായപരിധി വെച്ചിരിക്കുന്നത്. ലൈസൻസ് ഇല്ലാത്ത വ്യക്തി വണ്ടി ഓടിച്ചാലും അപകടമുണ്ടാക്കിയാലും പിഴ ഈടാക്കുന്നത് മേലിൽ ഇത് ആവർത്തിക്കാതിരിക്കാനാണ്. ഇത് ഞങ്ങൾ മുതിർന്നവർക്ക് അറിയാവുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് വണ്ടി തരാത്തത്. എന്റെ വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പൈസ കൊടുത്ത് അത് ശരിയാക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? സോറി അങ്കിൾ, ഇത് ഇത്ര വലിയ പ്രശ്നമാവുമെന്ന് ഞങ്ങൾ കരുതിയില്ല. മക്കളെ, നിങ്ങൾ 2 തെറ്റ് ചെയ്തു. ഒന്ന്, നിങ്ങൾ ഞങ്ങളറിയാതെ വണ്ടിയെടുത്തു. ലൈസൻസ് ഇല്ലാതെ വണ്ടി എടുക്കാൻ പാടില്ലെന്നറിയാമല്ലോ. നിങ്ങൾക്കതിനുള്ള പ്രായവും ആയിട്ടില്ല. 2, ഇടിച്ചിട്ടതിന് ശേഷം നിങ്ങൾ ഓടി രക്ഷപ്പെട്ടു. ആ പല്ല് പോയ ആളും ഏതോ ഒരു ഡാഡിയുടെ മകനാണ്. ദൈവം നമ്മളെ പഠിപ്പിച്ചത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്നാണ്. സ്നേഹമുള്ളവരിങ്ങനെ റോഡിൽ ഇടിച്ചിട്ടിട്ട് പോകുമോ ടീന? സാരമില്ല, അതൊക്കെ കഴിഞ്ഞില്ലേ. നിങ്ങളുടെ ചെറിയ കുസൃതികൾ മറ്റുള്ളവർക്ക് ഉപദ്രവമാകാതെ ശ്രദ്ധിക്കുക. ഞങ്ങൾക്ക് ഞങ്ങളുടെ തെറ്റ് മനസ്സിലായി ഡാഡി. ഞങ്ങളോട് ക്ഷമിക്കൂ. നിങ്ങൾ ചെയ്ത തെറ്റിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം അത് മതി. പിന്നെ നിങ്ങളോട് ക്ഷമിക്കേണ്ടത് അത് ഞാനല്ല മക്കളെ, ആ ആശുപത്രിയിൽ കിടക്കുന്ന മനുഷ്യനും അയാളെ സ്നേഹിക്കുന്ന ആ കുടുംബവുമാണ്. ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് ഡാഡി? വരണം ഫാദർ. മാർക്കസ്, ഞാനൊരു വീട് വെഞ്ചരിക്കാൻ പോയപ്പോഴാണ് കാര്യമറിഞ്ഞത്. ആ വീട്ടിലെ ഗ്രഹനാഥനെയാണ് ടോം ഇടിച്ചിട്ടത്. ഞാൻ വരുന്നതിന് മുമ്പ് ചന്ദനത്തിരി വാങ്ങാൻ പോയതായിരുന്നു ആ പാവം ജോസപ്പൻ. മാർക്കസ്, മോനിക്കയും ടീനയും കണ്ടില്ലല്ലോ. കണ്ടോ ടോം? ദൈവമേ, ഇപ്പൊ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? മോണിക്ക അവളുടെ അമ്മയുടെ വീട്ടിലാണ്. അവളെ വിവരം അറിയിച്ചിട്ടില്ല. ടീന അവളുടെ റൂമിൽ കിടക്കുകയാണ്. വിളിക്കണോ ഫാദർ? വേണ്ട മാർക്കസ്, അവള് റെസ്റ്റ് എടുക്കട്ടെ. ജോസഫിനും കുടുംബത്തിനും നിങ്ങളെല്ലാവരെയും നന്നായി അറിയാം. ഇവരുടെ സൈക്കിൾ റേസും പൂന്തോട്ടവും അവരെല്ലാവരും വന്ന് കണ്ടിട്ടുണ്ട്. അവരുടെ വക്കീലാണ് നഷ്ടപരിഹാരത്തിനായി കേസ് ഫയൽ ചെയ്യാൻ നിർബന്ധിച്ചത്. ഞാനിപ്പോ ജോസഫിനെ ആശുപത്രിയിൽ പോയി കണ്ടിട്ട് വരികയാണ്. എങ്ങനെയുണ്ടച്ചോ അയാൾക്കിപ്പോ? കുഴപ്പമില്ല മാർക്കസ്, ഇന്ന് വൈകിട്ട് ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഓഹ്, ദൈവത്തിന് നന്ദി. ജോസപ്പൻ നല്ലൊരു മനുഷ്യനാണ് ടോം. സംസാരിക്കാൻ പറ്റാത്ത ഈ അവസ്ഥയിലും അയാൾ പറഞ്ഞെന്താണെന്ന് നിനക്കറിയാമോ? അയാൾക്ക് നഷ്ടപരിഹാരം വേണ്ടെന്നും കുട്ടികൾ മനഃപൂർവ്വം ചെയ്തതല്ലെന്നും മറ്റുള്ളവരുടെ തെറ്റുകൾ നമ്മൾ ക്ഷമിച്ചാലല്ലേ നമ്മളുടെ തെറ്റുകളും മറ്റുള്ളവർ ക്ഷമിക്കൂ എന്നും. അയാളൊരു തികഞ്ഞ ക്രിസ്ത്യാനിയാണ് ടോം. ഹോ, എത്ര നല്ല മനുഷ്യൻ. ഞാൻ 2.5 ലക്ഷത്തിന് പകരം 3 ലക്ഷം കൊടുക്കാൻ തീരുമാനിച്ചു ഫാദർ. നേരത്തെ ഞാൻ പണം കൊടുക്കാൻ ശ്രമിച്ചത് എന്റെ മകനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നെങ്കിൽ ഇന്ന് അതൊരു നല്ല മനുഷ്യന് എന്റെയും എന്റെ കുടുംബത്തിന്റെയും സ്നേഹ സമ്മാനമായിട്ടായിരിക്കും ഫാദർ. ഡാഡിയുടെ ഈ തീരുമാനത്തിൽ നിന്നും ടോമിന് എന്തു മനസ്സിലായി? എന്നോട് ക്ഷമിക്കാൻ തോന്നിയ ജോസപ്പൻ ചേട്ടന്റെ നല്ല മനസ്സ് ദൈവം കണ്ടു. ദൈവമാണ് എന്റെ ഡാഡിയെ ഈ വലിയ കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. വളരെ ശരിയാണ് ടോം. അന്യരുടെ തെറ്റുകൾ നമ്മൾ ക്ഷമിക്കുമ്പോൾ നമ്മുടെ തെറ്റുകൾ മറ്റുള്ളവരും ക്ഷമിക്കും. അതോടൊപ്പം ഇതെല്ലാം അറിയുന്ന ദൈവം നമ്മളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും ചെയ്യും. എല്ലാവരും അടുത്തു വരുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.